ഹായ് സ്റ്റുഡൻസ്, ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫാമിലി, എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ വേണമെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, സോ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് പി എസ് സിക്ക് പഠിക്കുന്ന, പി എസ് സിക്ക് അൾട്ടിമേറ്റ് പി എസ് സി ആണ് എയിം എന്നുള്ള ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാർ ആരൊക്കെയാണോ? രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ ഓക്കെ അതായത് എഡ്യൂക്കേറ്റർ ആവണമെന്ന് താല്പര്യമുള്ള, അല്ലെങ്കിൽ അക്കാഡമിയിൽ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സൊക്കെ പോയിട്ട് എന്താ പറയുക പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ. ഓക്കെ, എക്സ്ക്ലൂസീവ് ഫോർ ദാം, അവർക്കാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. ഓക്കെ, സോ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇനി ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങളുടെ എയിം എന്താണെന്നുള്ളതാണ് അല്ലേ. സോ ഒരുപാട് സ്ഥലത്തു നിന്ന് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ന്യൂസ് വരുന്നു, ലൈക്ക് പി എസ് സി ഇനി 6 മാസത്തേക്ക് പരീക്ഷകളൊന്നും നടത്തത്തില്ല. ഓക്കെ, പിന്നെന്താക്കിയ ഒരുപാട് ന്യൂസ് അല്ലേ. രണ്ടാമത്തെ, നമുക്ക് മെയിനായിട്ടും പി എസ് സി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് ബാധിക്കുന്ന രണ്ട് ന്യൂസസാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ലോക്ക്ഡൗൺ ഇനി കേരള പി എസ് സി 6 മന്ത്സിലേക്ക് ഇനി ഒരു ജോബ് ഒരു നോട്ടിഫിക്കേഷനോ എക്സാംസോ നടത്തില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡ് നിയമനം അല്ലേ, ടെമ്പററി ആയിട്ട് ആൾക്കാർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്ന സംഭവമാണ് KAS-ൻ്റെ കാര്യം. KAS-ൽ അനിശ്ചിതാവസ്ഥ അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരു പരീക്ഷയോ 2 പരീക്ഷയോ അല്ല നമ്മുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ വർക്കിലാണ്, നമ്മുടെ ഡെഡിക്കേഷനിലാണ്, നമ്മുടെ ഹാർഡ് വർക്കിലാണ്. ഏതൊരു പാരിസ്ഥിതികാവസ്ഥയിലും നമുക്ക് ആ ഒരു തരണം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹാർഡ് വർക്ക് ആൻഡ് അവർ കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഏതൊരു വലിയ പരീക്ഷ ആവട്ടെ, ഏതൊരു കുഞ്ഞു പരീക്ഷ ആവട്ടെ, അതിൽ നമ്മുടെ വിജയം ഇരിക്കുന്നത് ഈ ഒരു മാർക്കിലോ റാങ്കിലോ ഒന്നുമല്ല അല്ലേ. സോ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു സിനിമയിൽ പറയില്ലേ, ഇത് നമ്മൾ ഇടയ്ക്കുള്ളതാണ് ജീവിതം. ആക്ച്വലി അത് തന്നെയാണ് ജീവിതം. നമ്മൾ ഈ റേസിന് ഇടയ്ക്കുള്ളതാണ് ഈ ജീവിതം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കേരള പി എസ് സിക്ക് പഠിക്കുന്നവർക്ക് എനിക്ക് അപേക്ഷയുള്ളതെന്ന് വെച്ചാൽ, വെറുതെ നിങ്ങളെ വേസ്റ്റ് ആക്കരുത്. ഈ 6 മാസം പരീക്ഷ ഇല്ല എന്ന് പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സിലബസ് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അത്യാവശ്യമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് യു ഹാവ് ടു ഫിനിഷ് LDC സിലബസ് ഇൻ 60 days. അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നവർ ഡിഗ്രി സിലബസ് ഫുൾ 60 days കൊണ്ട് പഠിച്ചു തീർക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡു വാട്ട്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 2 മാസം എന്തായാലും പരീക്ഷകളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല, വളരെ കുറവാണ്. 2 മാസത്തിന് ശേഷമുള്ള അവസ്ഥ അപ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ ഈ 2 മാസം കൊണ്ട് കട്ടയ്ക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ലിസ്റ്റ്. നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത്, കേരള പി എസ് സിക്ക് ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഈസ് ഈക്വലൻ ടു ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ജോബ്സ്. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് കട്ടയ്ക്ക് പഠിച്ചാൽ മതി, നമുക്ക് ജോബ് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഐ പേഴ്സണലി നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വാസ് ഇൻ ദർ ലോട്ട് ഓഫ് ലിസ്റ്റിലുള്ള ആൾക്കാർ എനിക്കറിയാം. സോ അതുകൊണ്ടാണ് പറയാം, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് കട്ടയ്ക്ക് പഠിക്കുക, ഒരു പരീക്ഷ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടും. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ലോട്ട് ഓഫ് എക്സാം. ഓക്കെ, പിന്നെ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അൺഅക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അതിലുള്ള ക്ലാസ്സസ്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, ഒരുപാട് ന്യൂ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് ഒരുപാട് നല്ല ക്ലാസ്സസ് ആണ് ഇടുന്നത്. സോ യു ഹാവ് ടു വാച്ച് ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ എന്നെ ഫോളോ ചെയ്യാന്നുള്ളവർക്കും അതിൻ്റെ ലിങ്കും താഴെയുണ്ട്. ഓക്കെ, സോ ഞാൻ മെയിനായിട്ടും LDC 60 days തീർക്കുന്ന ഒരു ടാർഗറ്റ് പ്രോഗ്രാം ഉണ്ട്. 60 ദിവസം കൊണ്ട് നിങ്ങൾ LDC എങ്ങനെ പോയാലും നമ്മൾ തീർത്തിരിക്കും. ഓക്കെ, അതിപ്പോൾ 2 ആഴ്ച ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഡെയിലി ഇത്ര പോർഷൻ കൊടുക്കും. ആ പോർഷൻ്റെ എക്സാം അൺഅക്കാഡമി തന്നെയാണ്, എല്ലാം ഫ്രീ ആണ്, ഫ്രീ കോഴ്സാണ്. യു ഗൈസ് ക്യാൻ ജോയിൻ. ഓക്കെ, വേറെ എക്സാമിന് പഠിക്കുന്നവർക്കും ചുമ്മാ വന്ന് ഡെയിലി MCQ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് നോക്കുന്നുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്, റാങ്ക് ഫയൽ നോട്ട്സ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്, SCRT. ഓക്കെ, SCRT അല്ലാതെ ക്ലാസ്സും എടുക്കുന്നുണ്ട്. അതായത് മലയാളം പറ്റാത്തവർക്ക്, ഇപ്പോൾ ചിലർക്ക് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ്റെ മലയാളം അല്ലേ, അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ അവരെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്യുന്ന ക്ലാസ്സസാണ് എൻ്റെ ക്ലാസ്. സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു 80% ഗുണം ചെയ്യുമെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ മീ ആൻഡ് ഓൾസോ ഫോർ യു. കാരണം എൻ്റെ ക്ലാസ്സസ് 100% ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടൊരു ജോലി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കാരണം ഞാൻ ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതി എനിക്ക് കിട്ടിയിട്ടൊരു ചരിത്രമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷേ അത് ജോബ് വരെ എത്തിയിട്ടില്ല. കാരണം അത് മിക്കതും എന്താണ്, ഫോഴ്സ് ടെസ്റ്റാണ്. അപ്പോൾ ഫോഴ്സ് ടെസ്റ്റിന് നമുക്ക് കുറച്ച് എഫേർട്ട് കൊണ്ട് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്ത് ഒരുപാട് ഫോഴ്സ് ലിസ്റ്റിൽ നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഞാൻ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഒരുപാട് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാനിപ്പോൾ കറൻ്റ്ലി UPSCക്ക് വേണ്ടി ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് KS മെയിൻസിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ആർക്കെങ്കിലും ഇപ്പോൾ ജോലിയുള്ള ആർക്കെങ്കിലും KS മെയിൻസിന് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സും എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ലൈവ് ഇടുന്നുണ്ട്. ഓക്കെ, ഡെയിലി ഹിന്ദു അനാലിസിസ്, എഡിറ്റോറിയൽ അനാലിസിസ് മലയാളത്തിൽ ഡെയിലി ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇന്നത്തേത് ഞാൻ 2 മണി ഇന്നത്തെ പറയാൻ പറ്റില്ല. സോ ഇടുന്നുണ്ട്. സോ യു ഗൈസ് ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ ലെസൺസ് കാണാം, നിങ്ങൾക്ക് സജഷൻസ് പറയാം, നിങ്ങൾക്ക് ആൻസർ എഴുതി എനിക്ക് അയക്കാം. ഐ വിൽ കറക്റ്റ് ഇറ്റ് ആൻഡ് ഗിവ് യു. സോ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും എല്ലാം ഞാൻ എൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. വിഷൻ LDC എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ യൂട്യൂബ് കണ്ട് വന്നതാണെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഐ വിൽ പ്രൊവൈഡ് ദ ലിങ്ക് ഫോർ ദി മെയിൻ ചാനൽ. ഓക്കെ, അതായത് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടെമ്പററി ഗ്രൂപ്പാണ്. അതായത് മെയിൻ ആളുടെ ചാനലൈസ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് അതിൽ നിന്നുള്ള ആക്റ്റീവായിട്ടുള്ള ലൈവ് ലേണേഴ്സിന് മാത്രമായിട്ട് വേറൊരു ചാനലുണ്ട്. സോ അപ്പോൾ അവിടെയാണ് ഞാൻ എല്ലാ സംഭവങ്ങളും ഇടുന്നത്. ഓക്കെ, സോ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറാം. ആ ലൈവ് ചാനലിലാണ് ആക്ച്വലി ഞാൻ ലൈവ് നോട്ട്സ്, ലൈവ് ടാർഗറ്റ്സ് എല്ലാം, ക്വിസസ്, എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദി ലൈവ് ചാനൽ. ഓക്കെ, സോ LDCക്ക് പഠിക്കുന്നവർ നിങ്ങൾ ഞാൻ പറയട്ടെ, ഈ ബാക്ക് സൈഡ് നിയമനം പണ്ടേ ഉണ്ട്. ഓക്കെ, എന്നും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കട്ടയ്ക്ക് പഠിച്ച 1-2 പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ച ഒരുപാട് പേർക്ക് ഇപ്പോൾ ജോലിയുണ്ട്. ഓക്കെ, അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 2 പേർക്ക് അല്ലാതെ എയർഫോഴ്സ് അവരുടെ ജോലിയുണ്ട്. അല്ലാതെ തന്നെ പോലീസ് കോൺസ്റ്റബിളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഈ ബാക്ക് സൈഡ് നിയമനം പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളിതിന് ബാക്ക് സൈഡ് നിയമനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പൊസിഷനിൽ എത്തിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ ഈ പോലീസ് പിടിച്ച് കേസാക്കി കിട്ടാൽ നമുക്ക് പിന്നെ ഒരു ജോലിക്കും പ്രതീക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി ലീഗൽ ആയിട്ടുള്ള വേസ് വഴി പ്രതികരിക്കുക എന്നുള്ളതാണ്. കേസ് കൊടുത്തു ആ രീതിയിൽ പ്രതികരിക്കുക, അല്ലാതെ പ്രതിഷേധം കാണിച്ച് പ്രതികരിക്കുക. ഒന്നാമതെ കൊറോണയാണ്. സോ ജസ്റ്റ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ച് ഫസ്റ്റ് റാങ്കിൽ വന്നിട്ട്, ഓക്കെ, ആ ഒരു സംഭവം മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നാൽ മതി. ഫസ്റ്റ് റാങ്കിൽ വന്നിട്ട് നമ്മൾ ഇതൊക്കെ പ്രതികരിക്കും. ഓക്കെ, ആ സമയമാകുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്ര പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ മാറ്റും. നമ്മുടെ മൈൻഡ്സിലൊരു മെൻറ്റാലിറ്റി വേണം. അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റം വഴി കയറുന്ന ആൾക്കാർ നമ്മൾ എന്ത് കാണിക്കുന്നു, പരമപുച്ഛം കാണിക്കും. നമ്മൾ ആ പോസ്റ്റിൽ കയറിയാൽ മാത്രമേ നമുക്ക് അവരെ പരമപുച്ഛം കാണിക്കാൻ പറ്റൂ, ഫസ്റ്റ് ഓഫ് ഓൾ. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, കട്ടയ്ക്ക് വാശിക്ക് പഠിക്കുക. ഈ ബാക്ക് സൈഡ് നിയമനം തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് യൂത്ത് ഫ്രണ്ടിലേക്ക് വരണം. ഈ ഒരു അതായത് ഗവൺമെൻറ് ജോലിയുള്ള യൂത്ത്. ഓക്കെ, ഗവൺമെൻറ് ജോലി നമ്മൾ കറക്റ്റായിട്ട് മെറിറ്റോറിയസ് ആയിട്ട് കയറണം. ഓക്കെ, കള്ളം കാണിച്ചില്ല, പഠിച്ച് റാങ്ക് വാങ്ങിച്ച് കയറുന്ന ആൾക്കാർ ഒരു ലൈൻ ഓഫ് ഷീൽഡ് നമുക്ക് വേണം. ആ ഷീൽഡോടുകൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ബാക്ക് സൈഡ് നിയമനത്തെ പറ്റി ഗവൺമെൻറ് തന്നെ ചിന്തിക്കാൻ ഒന്നും മടിക്കും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ മാറണം എന്നാണ്. നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയാൽ മാത്രമേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. നമുക്ക് വെളിയിൽ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ള എഫക്റ്റ് വളരെ കുറവാണ്. അത് റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, സോ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പഠിച്ച് റാങ്ക് വാങ്ങിച്ച്. ഓക്കെ, സോ ആ രീതിയിൽ ആൾക്കാരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആൾക്കാരെ നമുക്ക് പവർ കൊണ്ട് കീഴടക്കാൻ പറ്റില്ല, അല്ല, ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഒന്നുകിൽ അവർക്ക് വെറുപ്പ് തോന്നിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ലൈക്ക് റാങ്ക് ഹോൾഡേഴ്സ്, യോഗം റാങ്ക് ഹോൾഡേഴ്സ്, അത് ഇത്. ഓക്കെ, ആ രീതിയിൽ. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, രണ്ടാമത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സിസ്റ്റത്തിൽ പോയിട്ട് ഇവരോട്, അതായത് ഈ ബാക്ക് സൈഡ് വഴി നിയമനം കിട്ടിയ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാൻ പറ്റും. രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ, അത് നമുക്കറിയാൻ പറ്റും. സോ അവരെ നമുക്ക് എന്ത് ചെയ്യാം, പരമപൂച്ചത്തോടെ നമുക്ക് തള്ളാം. ഓക്കെ, ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഈ ബാക്ക് സൈഡ് വഴി നിയമനം വളരെ കുറയും. ഓക്കെ, അതൊക്കെ ഒരു സൈക്കോളജിയാണ്, ഒരു സൈക്കോളജി ഓഫ് ബാക്ക് സൈഡ് നിയമനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റൂ, എനിക്ക് ജോലി കിട്ടിയാലും എനിക്ക് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് വേണം എന്നുള്ളതാണ്. അതായത് യു ഹാവ് ടു തിങ്ക് ലൈക്ക് ഹാവ് ടു ചേഞ്ച് ദ സിസ്റ്റം. എത്രയോ വർഷമായിട്ട് ബാക്ക് സൈഡ് നിയമനം നടക്കുകയാണ് അല്ലേ. നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെപ്പറ്റി വി ക്യാൻ ഈവൻ തിങ്ക് ഓഫ് ചേഞ്ചിങ് ദി സിസ്റ്റം. സോ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേറ്റേഴ്സ്. അതായത് നിങ്ങൾ നല്ലോണം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, നിങ്ങൾ കോളേജ് പാസ് ഔട്ട് ആണെങ്കിൽ, അതായത് 18 വയസ്സിന് എബവ് ഉള്ള ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം ഫോർ ബീങ് എൻ അക്കാഡമി എഡ്യൂക്കേറ്റർ. നിങ്ങൾക്ക് വേണ്ട 3 ക്വാളിറ്റി. ഒന്ന്, പഠിപ്പിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, ഏത് ഗോൾ വേണോ എടുക്കാം, നീറ്റ് PG ഏത് ഗോൾസ് വേണോ എടുക്കാം. ഗോൾസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുക. ഓക്കെ, ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ അവസാനം കാണിക്കാം എത്ര ഗോൾസ് ആണുള്ളത്. സോ
ഗോൾസ് കണ്ടായിരിക്കും. അപ്പോൾ ആ ഗോൾസിൽ ഇഷ്ടമുള്ള ഗോൾസ് നൽകാം. 10ാം ക്ലാസ് +2 CBSE പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ അത് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാറ്റിന് പഠിപ്പിക്കാം, MBAക്ക് പഠിപ്പിക്കാം. ദർ ആർ ലോട്ട് ഓഫ് ഗോൾസ്. കേരള PSC മാത്രമല്ല, UPSC, എവറിത്തിങ് ഇസ് ദയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നാൽ ജസ്റ്റ് അത് മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അക്കാഡമി എഡ്യൂക്കേറ്റർ ആകാനായിട്ട് നിങ്ങളെ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു ബി ചേഞ്ചിങ് ദ സൊസൈറ്റി. കേരള PSC തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾസ് എടുക്കാം. മൊത്തം ഗോൾസിൻ്റെ ലിസ്റ്റും ഞാൻ ഇതിൻ്റെ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഐ തിങ്ക് യു ലൈക്ക് ദിസ് തിങ് അല്ലേ. നമ്മൾ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് റാങ്ക് വാങ്ങിച്ച് ജോലി കിട്ടുന്ന കഷ്ടപ്പെട്ട് വരുന്നവരും കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു സാധനത്തിനെ സൈഡ് തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറ്റം പറയാനേ സാധിക്കുള്ളൂ. ഓക്കെ, വി ഹാവ് ടു ചേഞ്ച് ദ സിസ്റ്റം. ഇഫ് വി ഹാവ് ടു ചേഞ്ച് ദ സിസ്റ്റം, വി ഹാവ് ടു ബി ദ സിസ്റ്റം ആൻഡ് ദെൻ ചേഞ്ച് ഇറ്റ്, റാദർ ദാൻ ലുക്കിംഗ് ഇൻ ദ ഔട്ട്സൈഡ് ആൻഡ് സെയിങ് ലൈക്ക് അത് കഷ്ടമാണ്, അത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിനേക്കാളും ബെറ്ററാണ്, വെരി ഫാർ ബെറ്ററാണ് get in the system and change the system, right? Okay, so be ready. എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ലിങ്ക് എല്ലാം സംഭവം താഴെ കൊടുത്തിട്ടുണ്ട്. You can do it. And thank you for watching so much. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ലൈക്ക് ഷെയർ, ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ യു ക്യാൻ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അക്കാഡമി അപ്കമിങ് എഡ്യൂക്കേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങളുടെ ലിങ്ക്, നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ മതി. പേരും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ബാക്കി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ബൈ. ഇതാണ് എൻ്റെ അക്കാഡമിയിലെ പ്രൊഫൈൽ. ജസ്റ്റ് ഷെൽജാക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. കേരള PSC ഞാൻ മാത്രമേ ഉള്ളൂ. സോ LDC in 60 days ഒരു സ്മോൾ പ്രോഗ്രാമാണ്. 60 ദിവസം കൊണ്ട് നമ്മുടെ LDC സിലബസും തീർക്കും, 4 തവണ റിവിഷനും കഴിഞ്ഞിരിക്കും. സോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. എല്ലാ ലിങ്കും ഷെയറും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ അക്കാഡമി ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ കേരള PSC തന്നെ വേണമെന്നില്ല. ഏത് സബ്ജക്റ്റ് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് അതിലൊരു ഗോളിൽ നിങ്ങളുടെ അതുണ്ടെങ്കിൽ നീറ്റ് PG, നീറ്റ് UG, കീം ഏത് സംഭവത്തിനും നിങ്ങൾക്ക് കോച്ചിങ് ചെയ്യാം. നോ പ്രോബ്ലം. യു ക്യാൻ ബി എൻ എഡ്യൂക്കേറ്റർ. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി.